രാവിലെ എണീറ്റാൽ ഞാൻ ആദ്യം പോണത് എൻ്റെ മോൻ്റെ അടുത്താണ്. അപ്പം ഞാൻ ആദ്യം തന്നെ പോണത് മോൻ്റെ അടുത്ത് പോകുമ്പോൾ അതിൻ്റെ ഇപ്പുറത്ത് തന്നെ ഞാൻ കാടക്കോഴി ഇട്ടിട്ടുണ്ട്. അപ്പം അതിന് ഫുഡൊക്കെ ഉണ്ടോ എന്ന് നോക്കിയാൽ രാവിലെ തന്നെ ഞാൻ ഫുഡ് വെച്ച് കൊടുക്കും. മുയലാണെങ്കിൽ നമ്മൾ കൈ കൊണ്ടുപോകുമ്പോൾ തന്നെ ഞാൻ അടുത്ത് വരും എടുക്കാൻ കണക്കിന്. നമ്മൾ ഫുഡ് കൊടുക്കണത് കൊണ്ട് ഫുഡ് കൊണ്ടുവന്നതെന്നും പറഞ്ഞ് അത് ഓടി വരും രാവിലെ തന്നെ. രാവിലെ ഇതിൻ്റെയൊക്കെ കാര്യം നോക്കിയിട്ടേ ബാക്കി കാര്യങ്ങളുള്ളൂ. പിന്നെ കുറച്ച് കോഴികളുണ്ട്, പിന്നെ അതിനെയും കൂടെ നോക്കും. അത് രാവിലെ പോകുമ്പം തന്നെ വിളിച്ചുകൊണ്ടിരിക്കും, കിയോ കിയോന്ന് വിളിച്ച് തുടങ്ങും. അപ്പോഴേ തുടങ്ങും വിളി, നമ്മൾ കൂട് തുറന്ന് വിടാൻ വേണ്ടി. കോഴിയുടെ കാര്യമൊക്കെ നോക്കണം ചേച്ചിയാണ്. അപ്പം അവൾ എണീറ്റിട്ട് അവൾ തുറന്ന് വിടും, അവൾ ഫുഡ് കൊടുക്കും. അതിനുശേഷം ഞാൻ നേരെ പോയി മുറ്റം തൂത്ത്. കാരണം കാരമരമുണ്ട് ഇവിടെ, അപ്പം നിറയെ ചവറാവും. ഡെയിലി തൂത്തില്ലെങ്കിൽ നിറയെ ചവറാവും. അതുകൊണ്ട് ഡെയിലി മുറ്റം തൂക്കണം. കാരയ്ക്കിപ്പം കാച്ചും കൂടെ കിടക്കണത് കൊണ്ട് നിറയെ തൊഴിയും ഇലകൾ. മുറ്റമൊക്കെ തൂക്കുമ്പോൾ ജിമ്മു അവിടെ നിൽപ്പുണ്ട്. എനിക്ക് പേടിയുണ്ട് ഫോണാറ്റ തള്ളി ഇടുമോയെന്ന്. അതുകൊണ്ട് ഞാൻ സൂക്ഷിച്ചാണ് നിൽക്കണം. അവനെ ഞാൻ അവിടെ നിർത്തി ഗേറ്റ് പൂട്ടിയിട്ടിട്ടാണ് നിൽക്കണത്. അല്ലെങ്കിൽ ഈ തൂക്കണതിൻ്റെ ഇടയിൽ എന്നെ തൂക്കാനും സമ്മതിക്കൂല. ഇതിൻ്റെ ഇടയിൽ കൂടെ കറങ്ങി നടക്കും അവൻ. അതുകൊണ്ട് മുറ്റമെല്ലാം ഞാൻ തൂത്തിട്ട് ആദ്യമേ. അതിനുശേഷം തുറപ്പ് കൊണ്ടുവയ്ക്കാൻ നേരത്ത് എപ്പോഴും എനിക്കിതിൻ്റെ അടിയിൽ നിന്ന് അടി കിട്ടും തലയിൽ. അതുകൊണ്ട് പപ്പയുടെ അടുത്ത് പറഞ്ഞ് മുകളിൽ കെട്ടി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പം കുഴപ്പമില്ല. അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ ഈ ചക്കയിൽ ഓരോ ഇടി തലയിൽ കിട്ടും. അത് എനിക്കായിരുന്നാലും ചേച്ചിക്കായിരുന്നാലും എപ്പോഴും. കാരണം അത് വെയിറ്റ് കൊണ്ട് താന്നാണ് കിടന്നത്. അപ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ ശ്രദ്ധിക്കില്ല, ഇലയുടെ ഇടയിൽ കിടക്കണോണ്ട് ശ്രദ്ധിക്കില്ല, ഓരോ ഇടി കിട്ടും. അതിൻ്റെ ഇടയിൽ കൂടെ ജിമ്മ് നടക്കുകയാണ്. അതിന് ശേഷം അച്ഛൻ്റെ കൂട്ടുകാരൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന കാച്ചിലിരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അച്ഛൻ അതൊക്കെ എടുത്ത് താഴെ വെച്ചിട്ട് അമ്മ നോക്കുകയാണ് എത്ര വലിപ്പം ഉണ്ടെന്നൊക്കെ. ഞാൻ അവിടെ ഇരുന്ന് ചായ കുടിച്ചുകൊണ്ടിരുന്നു. അപ്പം ഇന്ന് രാവിലെ ഇത്രയേ ഉള്ളൂ. ബൈ ബൈ.